ചിലവുകൾ നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോഴാണ് കടം മേടിക്കാനുള്ള, വായ്പ മേടിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ജീവിത രീതി നോക്കുമ്പോൾ എനിക്കും അവനെപ്പോലെ ജീവിക്കണം, അവനെപ്പോലെ തന്നെ ഓരോ കാര്യങ്ങളും എനിക്കും മേടിക്കണം, അങ്ങനെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വീണ്ടും കടമേടിക്കാനുള്ള പ്രവണത ഉണ്ടാകുന്നത്. ഇതൊന്നുമല്ലാതെ ചില സാഹചര്യത്തിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ചില ആവശ്യങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി, അപ്പോൾ ഒരു ഹെവി എമൗണ്ട് ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ട വരുന്നു. ഇല്ലെങ്കിൽ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ, അതല്ല എങ്കിൽ പെട്ടെന്നൊരു സമയത്ത് ജോലി നഷ്ടപ്പെട്ടു പോകുക. ഇങ്ങനെയുള്ള സാഹചര്യത്തിലും വായ്പ മേടിച്ച് കാര്യങ്ങൾ നടത്താറുണ്ട്. പിന്നെ ഒഴിവാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. കുട്ടികളുടെ പഠനത്തിനാവശ്യമായ എഡ്യൂക്കേഷണൽ ലോണ്, പിന്നെ ഒരു വീട്, ഏതൊരു മനുഷ്യൻ്റെയും ഒരാഗ്രഹമാണ് ഒരു നല്ല വീട്, ഒരു വീട് വെക്കാൻ വേണ്ടിയുള്ള ഹോം ലോൺ. ഇതൊക്കെ എടുത്തു കഴിയുമ്പോൾ അത് തിരിച്ചടയ്ക്കേണ്ട സമയത്തുണ്ടാകുന്ന ആവർത്തിച്ചുള്ള ചില പിഴവുകൾ, ഇതും ഒരു കടക്കണിയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കാറുണ്ട്. ഏത് സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി തൻ്റെ വരുമാനം അനുസരിച്ച് അല്ലെങ്കിൽ തൻ്റെ കഴിവ് അനുസരിച്ച് അതിനപ്പുറമായിട്ട് ജീവിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി കടം മേടിക്കുന്ന സാഹചര്യത്തിൽ കടം മേടിക്കുന്ന ആളുകൾ അവർ കടം മേടിക്കുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ബൈബിൾ വാക്യങ്ങൾ ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കാം. സദൃശവാക്യങ്ങൾ 22:7 പറയുന്നത്, ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. നമ്മൾ ആ മേടിച്ച ആ ഒരു തുക പൂർണ്ണമായും കൊടുത്തു തീർക്കുന്നത് വരെ, ആ ഒരു സമയം വരെ എല്ലാ കാര്യത്തിനും നമ്മൾ ആ വ്യക്തിയോട് കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മുടെ മുന്നോട്ടുള്ള ഭാവി, നമ്മുടെ മുന്നോട്ടുള്ള തീരുമാനം, ഇല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ആ വ്യക്തിക്ക് കടപ്പെട്ടിരിക്കുക. നമ്മൾ എത്ര മേടിച്ച കടം അത് കൊടുത്തു തീർക്കുന്ന സമയം വരെ ആ ഒരു കുടുംബത്തിൻ്റെ സന്തോഷവും സ്വസ്ഥതയും സമാധാനവും നല്ല നിമിഷങ്ങളും എല്ലാം ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തനം 37:21 പറയുന്നത്, ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല, നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. ഒരുപക്ഷെ അയാളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ ഇല്ലെങ്കിൽ കൊടുക്കാനുള്ള സാമ്പത്തികം അയാളുടെ കൈവശം വരാത്തത് കൊണ്ടോ ആയിരിക്കാം കൊടുക്കാത്തത്. പക്ഷേ വായ്പ മേടിച്ച് തിരികെ കൊടുക്കാത്തവനെ വചനമനുസരിച്ച് ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. ലൂക്കോസ് 14:28, 29, 30 വാക്യങ്ങൾ. 28-ാം വാക്യം, നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? 29-ാം വാക്യം, അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ച കാര്യം അത് പൂർത്തീകരിക്കുവാൻ എനിക്ക് കഴിയുമോ, പൂർത്തീകരിക്കുവാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ സാഹചര്യങ്ങൾ അതിനനുകൂലമാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഓരോരുത്തരും അവനവന് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുക, മുന്നോട്ട് പോകുക.